വെൽക്കം ടു മാർക്കറ്റ് മാർവൽസ് കേരള. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. ETF വേഴ്സസ് മ്യൂച്വൽ ഫണ്ട് വേഴ്സസ് ഇൻഡെക്സ് ഫണ്ട്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ഇതിൽ ചാർജസ് വരുന്നത് എന്നതാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ചാർജസ് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലം വരാം, എങ്ങനെ അത് ഒരു ഫൈനൽ നമ്മുടെ ഒരു എമൗണ്ടിനെ എഫക്റ്റ് ചെയ്യും എന്നതാണ് നമ്മളിതിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണെന്നാണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഫീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫണ്ട്. മാനേജ്മെൻറ്റ് എത്രയാണ് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദ ഫണ്ട്. ഈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം SIP ആയിട്ട് നൽകുന്നതും ലംസമായിട്ട് നൽകുന്നതുമായ ഫീസുകൾ ടോട്ടൽ വാല്യൂ എത്രയാണ്. സോ മാനേജ്മെൻറ്റ് ഫീസ് ഡിവൈഡഡ് ബൈ അത് ചെയ്യുമ്പോഴാണ് ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. എക്സ്പെൻസ് റേഷ്യോ എവിടെയാണ് കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സീറോദയുടെ ടെർമിനൽ എടുത്തിരിക്കുകയാണ്. സോ ഇതിൽ ഒരു ETF-ൻ്റെ എക്സ്പെൻസ് റേഷ്യോ കണ്ടുപിടിക്കാൻ ജസ്റ്റ് ഞാൻ ഇവിടെ ഒരു MO ഡിഫെൻസ് എന്ന് പറഞ്ഞ ഒരു ETF എടുത്തിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഫണ്ടമെൻ്റൽസിൽ പോയാൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്പെൻസ് റേഷ്യോ കാണാം. 0.40 ആണ് മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫെൻസ് ETF-ൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇതൊരു കോയിൻ്റെ ഒരു ടെർമിനലാണ്, സീറോദയുടെ തന്നെ. സോ ഇതിൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്താൽ മോത്തിലാൽ ഓസ്വാൾ മിഡ് ക്യാപ് ഫണ്ട്, സോ അങ്ങനെ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെൻസ് റേഷ്യോ കാണാം 0.57 ആണ്. സോ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ അടുത്ത സ്ലൈഡിൽ അതാണ്. ഇറ്റ് ഈസ് ചാർജ് ഡെയിലി ഇഫ് എക്സ്പെൻസ് റേഷ്യോ ഇസ് 1%, ദെൻ 1 ഡിവൈഡഡ് ബൈ 365. അതായത് ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ 1% ആനുവലി ആണെങ്കിൽ അത് ഡെയിലി ആണ് നമ്മളെ ചാർജ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 365, അതായത് 0.0027939% അല്ലെങ്കിൽ 0.00002739 റുപ്പീസ് ഡെയിലി നമ്മുടെ NAV-ന്ന് ഡിഡക്റ്റ് ചെയ്യും. അതായത് ഒരു 1000 രൂപ ഇടുകയാണെങ്കിൽ എൻ്റെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ 999.9997261 അങ്ങനെ പോകുന്നൊരു വാല്യൂ ആയിട്ട് മാറും നെക്സ്റ്റ് ഡേ. സോ നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ റെഡ്യൂസ് ആയിട്ട് വരും ഇഫ് മാർക്കറ്റ് ഈസ് നോട്ട് ഗ്രോയിങ്. ബിക്കോസ് മാർക്കറ്റ് ഗ്രോ ചെയ്താലും ഇല്ലെങ്കിലും വി ആർ പേയിങ് ഫോർ ദി മ്യൂച്വൽ ഫണ്ട്സ്. സോ ഹൈ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ലോ റിട്ടേൺസ്. നമ്മുടെ 1000 രൂപ അവിടെ 999 ആയിട്ട് മാറുന്നത്. സോ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാകുമ്പോൾ നമുക്ക് റിട്ടേണും കുറഞ്ഞിട്ടേ വരിക. ആക്ച്വൽ റിട്ടേൺ 10% ആണെങ്കിൽ ഇപ്പോൾ 1% ആണ് അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ചാൽ നമുക്ക് 9% കിട്ടുള്ളൂ. ആ 1%ൻ്റെ ലോസ് നമ്മൾ ബെയർ ചെയ്യാം. എപ്പോഴും എക്സ്പെൻസ് റേഷ്യോ ലോ ആയിരുന്നാൽ നമുക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടും. അതിപ്പോൾ ETF ആണെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും. ഇതാണ് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഒരു 65.75 NAV ഉള്ള 38,000 യൂണിറ്റ്, കറൻറ്റ് വാല്യൂ 24,98,500. അതിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1.78 ആണ്. അതായത് 121.84 റുപ്പീസ് ആണ് അവർ ദിവസവും ഡിഡക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം 15, 16, 17, 18, 19, 20 അങ്ങനെ ഡേയ്സുകളിൽ അവർ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ടാണ് 726 റുപ്പീസ്. സോ ഇവിടെ മാർക്കറ്റ് റൈസ് ആവും ചെയ്യാം, ലോവർ ആവും ചെയ്യാം, ബട്ട് നിങ്ങളുടെ എമൗണ്ട് അതിൽ നിന്ന് ഡിഡക്റ്റ് ആയിരിക്കും. സോ അതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 120 എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ 1.78 ഡിവൈഡ് ബൈ 365 ഇൻറ്റു 24,71,520. അതായത് അന്നത്തെ കറൻറ്റ് വാല്യൂവിനെ നമ്മൾ 1.78% ഡിവൈഡ് ബൈ 365 നോക്കുമ്പോഴാണ് അതിൻ്റെ ഡെയിലി എക്സ്പെൻസ് റേഷ്യോ കാണുന്നത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോലും അവർ ഈ എക്സ്പെൻസ് റേഷ്യോ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അത് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം നമുക്കത് കട്ടാവുന്നതേ അറിയില്ല. ഓൾറെഡി അത് കട്ടായിട്ടാണ് അത് NAV-യിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവുക. മേ ബി അതിലൊരു ചിലപ്പോൾ 1% മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ആ 1% മൂവ്മെൻറ്റ് അവർ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയ്ക്ക് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ ലോസ് ഉണ്ടായി കാണാം. കാരണം
അടുത്തതായിട്ട് എക്സിറ്റ് ലോഡാണ് വരുന്നത്. എമൗണ്ട് ചാർജ്ഡ് ഫോർ പ്രീമച്യൂർ വിത്ഡ്രോവൽ. സോ ഇത് ETF-ൽ വരുന്നില്ല, കാരണം ETF നമുക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യാൻ കൊണ്ട് തന്നെ ETF-ൽ അത് വരില്ല, മ്യൂച്വൽ ഫണ്ടിൽ വരും. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാത്. സോ ഇത് ഞാനിപ്പോൾ നേരത്തെ സെർച്ച് ചെയ്ത മിഡ് ക്യാപ്പ് ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് പ്രീവിയസ് ഒരു ഫണ്ട് ഓഫ് ഫണ്ടിലേക്ക് പോകാം. സോ ഇതിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 1% ആണ്. സോ ഇത് പ്രീമെച്യൂർ വിഡ്രോവൽ, അതായത് നമ്മൾ ഇട്ടിട്ട് വിത്തിൻ ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ മേ ബി 1 വീക്കിലൊക്കെ വിഡ്രോ ചെയ്താൽ 1% നമ്മൾ അതിനായിട്ട് പേ ചെയ്യേണ്ടി വരും. കാരണം അതിനുള്ള എക്സ്പെൻസസ് കാരണമാണ്. ഇഫ് റിഡീംഡ് ഓൺ ഓർ ബിഫോർ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് ഇഫ് റിഡീംഡ് ആഫ്റ്റർ 15 days ഒന്നുമില്ല. 15 ഡേയ്സിനുള്ളിൽ നമ്മളത് തിരിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ 1% പേ ചെയ്യേണ്ടി വരും. സോ അതുപോലെ തന്നെ ചില മ്യൂച്വൽ ഫണ്ട് ഒന്നും പേ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഹിയർ നിഫ്റ്റി 50 വാല്യൂ 20 ഇൻഡെക്സ്, ഇതിന് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ നിഫ്റ്റി ഇന്ത്യ ഇൻഡെക്സ് ഫണ്ട്, നിഫ്റ്റി 50 പ്ലാൻ, ഇതിൻ്റെയും എക്സിറ്റ് ലോഡ് 0 ആണ്. സോ സം ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ഒന്നും ചാർജ് ചെയ്യില്ല, ചില മ്യൂച്വൽ ഫണ്ട്സ് നല്ലോണം ചാർജ് ചെയ്യും. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു കവർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇൻക്യൂർഡ് ബൈ ഫണ്ട് ഡ്യൂ ടു റിഡംഷൻ ആൻഡ് ടു ഡിസ്കറേജ് ഫ്രീക്വൻറ്റ് ട്രേഡിംഗ്. എപ്പോഴെപ്പോഴും ട്രേഡ് ചെയ്യാതിരിക്കാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിഡ്രോവൽ ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടുള്ള അതിനൊരു ഫൈനായിട്ടാണ് ഈ എക്സിറ്റ് ലോഡ് കൺസിഡർ. അടുത്തത് ഫീ സ്ട്രക്ചർ ഒരു റേഞ്ച് വരുന്നത് 0.5 to 2%. അത് നമ്മളവിടെ കണ്ടു 1%. ടൈം ഫ്രെയിം മോസ്റ്റ് ഫണ്ട്സ് വേവ് എക്സിറ്റ് ലോഡ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹെൽഡ് ബിയോണ്ട് സ്റ്റിപ്പുലേറ്റഡ് പീരിയഡ്. 1 year, ചിലതൊക്കെ 1 year ഉണ്ടാവും, ചിലത് 15 days ആവും, ചിലത് 1 month ആവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ETF അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്.